കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാവരും ഫുൾ വാച്ച് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഐഡിയൽ ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ എന്തായിരിക്കും അതിന് കാരണം? അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യമാണെന്ത് ഐഡിയൽ ഗ്യാസിലേക്ക് വേണ്ടി തിയററ്റിക്കൽ ബേസിസിൽ കൈനറ്റിക് തിയറി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് 2 പോസ്റ്റ്ലേറ്റ്സ്. ആ 2 പോസ്റ്റ്ലേറ്റ്സും തെറ്റായതുകൊണ്ടാണ് റിയൽ ഗ്യാസ് എന്തായിട്ട് മാറുന്നത്, ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം. അപ്പോൾ ആ 2 അസംഷനിൽ ഒന്നാമത്തെ അസംഷൻ നമുക്ക് നോക്കാം. അതായത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, അതിൻ്റെ വോളിയം ചെറിയതാണ്, സ്മാളാണ്. അപ്പോൾ എന്ത് ചെയ്യും, ടോട്ടൽ വോളിയം, ഒരു ഗ്യാസിന് ടോട്ടൽ വോളിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എന്താണ് ആക്ച്വൽ വോളിയം എന്തായിരിക്കും, വളരെ കുറവാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലിജിബിൾ ചെയ്യാം എന്നാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ്. അപ്പോൾ ആ ഒരു പോസ്റ്റ്ലേറ്റ്സ് എന്താണ്, തെറ്റാണ്. കാരണം അവിടെ എന്താണ്, ഒരിക്കലും മോളിക്കുലർ വോളിയം എന്ത് ചെയ്യില്ല, നമുക്ക് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ വോളിയം എന്ന ഗ്യാസിന് ടോട്ടൽ വോളിയം എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതായത് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഒരു ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ അതിൽ ആക്ച്വൽ വോളിയത്തിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇഗ്നോർ ചെയ്യാം. എന്താ വെച്ചാൽ വേറെ കണ്ടീഷൻസ്, അതായത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഈ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ആ കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിൻ്റെ മോളിക്കുലർ വോളിയം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും എന്താണ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ച്വൽ വോളിയം നമുക്ക് നെഗ്ലിജിബിൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റ്ലേറ്റ്സ് കാരണമാണ് എന്ത്, ഈ ഒരു തെറ്റായതുകൊണ്ടാണ്, ഈ ഒരു പോസ്റ്റ്ലേറ്റ്സ് തെറ്റായതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, റിയൽ ഗ്യാസിൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് തെറ്റായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓരോ ഗ്യാസ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് വോളിയം ശരിക്കും എന്തുണ്ട്, അതിനുണ്ട്. അത് നമുക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാ ഗ്യാസ് മോളിക്യൂൾസിനും അതുണ്ട്. അതാണ് എന്ത്, ഇത് തെറ്റായതുകൊണ്ട്, ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്, അതായത് കൈനറ്റിക് തിയറിയുടെ ഒരു പോസ്റ്റ്ലേറ്റ്സ് തെറ്റായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നത്. കാരണം അതിനെന്തുണ്ട്, ശരിക്കും എന്തുണ്ട്, ഐഡിയൽ ബിഹേവിയർ ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ആക്ച്വൽ വോളിയം, അതായത് എഫക്റ്റീവ് വോളിയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് പോവാം. പക്ഷെ എന്താണ്, റിയൽ ഗ്യാസിൻ്റെ കേസുകൾ, അതായത് റിയൽ ഗ്യാസ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരുന്നു എന്തൊക്കെയാണ്, ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറിൻ്റെ കേസിലാണ് മെയിനായിട്ട് റിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നത്, ഐഡിയൽ ബിഹേവിയറിനേക്കാളും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ കേസുകളിലാണ് എന്ത്, ശരിക്കും ഓരോ ഗ്യാസ് മോളിക്യൂൾസിനും എന്തുണ്ട്, എഫക്റ്റീവ് വോളിയം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്സ് നോക്കാം. ദർ ആർ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. അതായത് ഐഡിയൽ ഗ്യാസിൽ ഒന്ന് ഡിറൈവ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള കൈനറ്റിക് തിയറിന് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് കൈനറ്റിക് തിയറി എന്ത് ചെയ്യുന്നത്, ഐഡിയൽ ഗ്യാസിന് വേണ്ടി ഫോം ചെയ്തതിൽ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്സ് ആണെന്ത്, ദർ ആർ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. എന്നാൽ ഇത് ആക്ച്വലി തെറ്റാണ്. അതായത് യഥാർത്ഥത്തിൽ ആ മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഹൈ പ്രഷർ ആകുമ്പോൾ, അതായത് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്യാസ് എന്തായിട്ട് മാറുന്നുണ്ട്, ലിക്വിഫൈഡ് ആയിട്ട് മാറുന്നുണ്ട് ഇല്ലേ. നമുക്കറിയാം ഗ്യാസിനെ ലിക്വിഫൈഡ് ആക്കണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം ലിക്വിഫൈഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ എന്തുണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്, മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, റിപ്പൾസീവ് ഫോഴ്സും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ എന്തുണ്ട്, ഇന്റർമോളിക്കുലർ അട്രാക്ഷനും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട്, ഈ 2 പോസ്റ്റ്ലേറ്റ്സ് കാരണമാണ് എന്ത് വന്നത്, ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്.
അപ്പോൾ കൈനറ്റിക് തിയറിയുടെ ഈ രണ്ട് പോസ്റ്റ്ലേറ്റ്സ് അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഗ്യാസ് മോളിക്യൂൾസ് ആർ സ്മാൾ, അതുകൊണ്ട് എന്താണ് ആക്ച്വൽ വോളിയം നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ഗ്യാസ്. ആ ഒരു പോസ്റ്റ്ലേറ്റ്സും പിന്നെ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്സ് ദർ ആർ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസും. ഈ ഒരു രണ്ട് പോസ്റ്റ്ലേറ്റ്സും തെറ്റാണ് എന്ന് തെളിയിച്ചത് കൊണ്ടാണ് എന്ത്, ഈ തെറ്റായത് കൊണ്ടാണ് എന്ത് അവർ ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വാണ്ടർവാൾ ഇക്വേഷൻസ് ആണ്. അതായത് J.D. വാണ്ടർവാൾ എന്നൊരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അതായത് PV = nRT ഒന്ന് മോഡിഫൈഡ് ചെയ്തു. അതായത് റിയൽ ഗ്യാസിനുകളുടെ ഈ ഒരു ബിഹേവിയർ ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു, ആ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഈ ഒരു PV = nRT എന്നിട്ടുള്ള ഇക്വേഷൻ എന്ത് ചെയ്താണ് കുറച്ച് രണ്ട് കറക്റ്റ് ടേംസ് കൊടുത്തിട്ട് എന്ത് ചെയ്തു, മോഡിഫൈഡ് ചെയ്തു. ആ ഇക്വേഷനാണ് എന്ത് P + AN²/V², V - NB = nRT. അതായത് ഇവിടെ രണ്ട് ടേംസ് ആണ് എക്സ്ട്രാ വന്നത്, 2 കറക്റ്റ് ടേംസ് ആണ് വന്നത്. ഏതൊക്കെയാണ്? AN²/V²ഉം അതുപോലെ NB എന്നുള്ളതും. അപ്പോൾ ഇവിടെ എയും ബിയും എന്താണ്, വാണ്ടർവാൾ കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഓരോ ഗ്യാസിനും ഒരു പ്രത്യേക ഓരോ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടായത് AN²/V²ഉം NBയും. AN²/V² എന്ന് പറഞ്ഞാൽ പ്രഷർ കറക്ഷൻ ടേമും NB എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം കറക്ഷൻ ടേമാണ്. അപ്പോൾ ഈ രണ്ടൊരു ഇതാണ്, അതായത് ഇന്റർമോളിക്കുലർ അട്രാക്ഷനും അതുപോലെ എന്താണ് ആ വോളിയം കൂടെ കണക്കിലെടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പോസ്റ്റ്ലേറ്റ്സ് തെറ്റാന്ന് പറഞ്ഞല്ലോ. അതായത് ആക്ച്വൽ വോളിയം ഉണ്ട്, പൊസസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അട്രാക്ഷനും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് രണ്ടും കണക്കിലെടുത്തിട്ടാണ് എന്ത് ചെയ്ത് വാണ്ടർവാൾ ഈ ഒരു ഇക്വേഷൻ മോഡിഫൈഡ് ചെയ്തിട്ട് എന്തായി, പുതിയ രണ്ട് ടേം അതായത് പ്രഷർ കറക്ഷൻ ടേമും അതുപോലെ എന്താണ് വോളിയം കറക്ഷൻ ടേമും ഇൻക്ലൂഡ് ചെയ്തു ആ ഒരു ഐഡിയൽ ഇക്വേഷനിലേക്ക്. അതിനൊരു പുതിയ ഇക്വേഷൻ വന്നു, അതിൻ്റെ പേരാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ. അപ്പോൾ പ്രഷർ കറക്ഷൻ ടേംസ് മെയിനായിട്ട് പറഞ്ഞത് എന്താണ്, അവിടെ ഇന്റർമോളിക്കുലർ അട്രാക്ഷനെ കാരണം ഹൈ പ്രഷറിൻ്റെ കേസിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ NB എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ കറക്ഷൻ ടേമാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ആക്ച്വൽ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതായത് എഫക്റ്റീവ് വോളിയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടുമാണ് എന്ത് ചെയ്ത് പുതിയതായിട്ട് ആഡ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, വാണ്ടർവാളിൻ്റെ യൂണിറ്റ്സുകളാണ്, വാണ്ടർവാൾ കോൺസ്റ്റൻ്റ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം, രണ്ട് പുതിയ ടേംസ് അതായത് പ്രഷർ കറക്ഷൻ ടേം AN²/V², അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രഷറിൻ്റെ സെയിം യൂണിറ്റ് ആണ്. അതായത് SI യൂണിറ്റിൽ Nm⁻²ഉം CGS യൂണിറ്റിലാണെങ്കിൽ ATMഉം. ഇനി അതിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ കറക്ഷൻ ടേമിൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് A ആണ്. അതിൻ്റെ യൂണിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, Nm⁴ mol⁻², അല്ലെങ്കിൽ എന്താണ് പാസ്കൽ m⁻⁶ mol⁻² ആണെന്ത് SI യൂണിറ്റിൽ. CGSലാണെങ്കിലോ ATM L² mol⁻². ഇനി അതുപോലെ എന്താണ് വോളിയം കറക്ഷൻ ടേം അതായത് NB, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വോളിയത്തിൻ്റെ സെയിം യൂണിറ്റ് ആയിരിക്കും. അതായത് SI യൂണിറ്റിലാണെങ്കിൽ m³ഉം CGS യൂണിറ്റിലാണെങ്കിൽ Lഉം. ഇനി അതിലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള Bൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. അതായത് Bയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, SI യൂണിറ്റിൽ m³/മോളും CGS യൂണിറ്റിൽ L/മോൾ അല്ലെങ്കിൽ എന്താണ് dm³ ആണ്. അപ്പോൾ യൂണിറ്റുകൾ മാത്രം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, വാണ്ടർവാൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എൻ്റെയും ബിൻ്റെയും സിഗ്നിഫിക്കൻസ് പറയാൻ പോവാണ്. നമുക്കറിയാം കോൺസ്റ്റൻ്റ് A അപ്പിയർ ചെയ്ത് പ്രഷർ കറക്ഷൻ ടേമിലാണ്. അത് മെയിനായിട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ മെഷർ ചെയ്യാണ്. അതായത് ഗ്യാസുകളിലെ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. അതിന് എന്താണ്, ഇപ്പോൾ A വാല്യൂ കൂടിയാൽ അതിനെന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ എന്തായിരിക്കും, അതിൻ്റെ ആ ലിക്വിഫാക്ഷൻ ആവാനുള്ള ടെൻഡൻസിയും കൂടും. അപ്പോൾ Aൻ്റെ വാല്യൂ കൂടിയാൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്, അതുപോലെ എന്ത് ചെയ്യും ലിക്വിഫാക്ഷനും കൂടും.
കോൺസ്റ്റൻറ്റ് ബീനെ കുറിച്ചാണ് പറയുന്നത്. അപ്പിയർ ചെയ്തിട്ടുള്ള ഇതിലാണ്, വോളിയം കറക്ഷൻ ടേമിലാണ്. അപ്പോൾ അത് മെയിനായിട്ട് പറയുന്ന ആ ഒരു മോളിക്യൂളിൻ്റെ ആക്ച്വൽ വോളിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ 1 മോളുള്ള ഗ്യാസിലാണെങ്കിൽ എന്തായിരിക്കും, ആക്ച്വൽ വോളിയത്തിൻ്റെ 4 ഇരട്ടിയായിരിക്കും അതിൻ്റെ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീൻ്റെ വാല്യൂ കൂടിയാൽ ആ ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം കൂടും, അതുപോലെ എന്താണ്, സൈസും കൂടും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് പറഞ്ഞു. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന റിയൽ ഗ്യാസ് ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ പുതിയ രണ്ട് ടേംസ് വെച്ചിട്ട് വാണ്ടർവാൾ എന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, പുതിയൊരു ഇക്വേഷൻ കണ്ടെത്തി, വാണ്ടർവാൾ ഇക്വേഷൻ. എന്നാൽ അതിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം, ആ ഇക്വേഷൻ്റെ എയും ബിയും രണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇത് വാണ്ടർവാൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടേം എയും ബിയും. ഈ രണ്ട് കോൺസ്റ്റൻ്റ് എന്താണ്, ശരിക്കും യഥാർത്ഥത്തിൽ ഓരോ മോളിക്യൂളിൻ്റെ ശരിക്കും ഒന്നുമില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. അത് ടെമ്പറേച്ചർ വാരി ചെയ്യുമ്പോൾ അതിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു എക്സാക്റ്റ് കോൺസ്റ്റൻ്റ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുന്നില്ല. അപ്പോൾ അതിലെന്ത് ചെയ്യും, വാണ്ടർവാൾ ഇക്വേഷൻ വെച്ചാലും ചിലത് എന്ത് ചെയ്യുന്നു, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് മെയിനായിട്ട് കാണുന്നത് എന്താണ്, ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇത് വാണ്ടർവാൾ ഇക്വേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം അത് നമുക്ക് ടെമ്പറേച്ചർ വാരി ചെയ്യുമ്പോൾ എൻ്റെയും ബീൻ്റെയും വാല്യൂ മാറുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞു, ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് പഠിച്ചു. ഒരുപാട് ലോസുകൾ ഉണ്ടായിരുന്നു, ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ, അങ്ങനെ ഒരുപാട് ലോസുകളെ കുറിച്ച് പഠിച്ചിരുന്നു. പിന്നെ അതിൻ്റെ എന്താണ്, റിയൽ ഗ്യാസ് ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പിന്നെ വാണ്ടർവാൾ ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അതുപോലെ നമ്മൾ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻസും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക നന്നായിട്ട്.